ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മുടെ NMOS എക്സാം കൂട്ട് അടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പരീക്ഷയ്ക്കില്ലേ മാറ്റിൽ എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്? ഇതാണ് ആ ക്വസ്റ്റ്യൻ പഠിപ്പിക്കാം. ഇതല്ല, ഇതിന്റെ അപ്ഡേഷൻ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് കാണുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അത് നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിൽ അഭിഷേകിന്റെ റാങ്ക് മുകളിൽ നിന്ന് 23-ാമതും താഴെ നിന്ന് 27-ാമതുമാണ്. അതായത് മുകളിൽ നിന്ന് 23-ഉം താഴേന്ന് 27-ഉമാണ് എങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? എടാ സിമ്പിളാ. എടാ ഇത് പല രീതിയിൽ ചോദിക്കും. മുകളിൽ നിന്ന് താഴേന്നും ഒക്കെ ചോദിച്ചിട്ട് സൈഡിൽ നിന്നും രണ്ട് വശത്തേക്കും, അങ്ങനെ സൈഡിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തുനിന്ന് ചോദിച്ചിട്ട് ആകെ എത്ര കുട്ടികളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഈ എന്ത് ചെയ്താൽ മതി? മുകളിൽ നിന്ന് 23 ആകെ കാണണമെങ്കിൽ, ടോട്ടൽ കാണണമെങ്കിൽ മുകളിൽ നിന്ന് 23-ഉം താഴേന്ന് 27-ഉം അല്ലേ? രണ്ടും കൂടെ അത് കൂട്ടുക. രണ്ടും അഭിഷേകിന്റെ സാധനം തന്നെയാണ് അല്ലേ? രണ്ടും കൂടെ കൂട്ടുക. രണ്ടും കൂടെ കൂട്ടി എത്രയാടാ? രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് 50 അല്ലെ? 50 കിട്ടുന്നത്. 50 എന്ത് ചെയ്താൽ മതി? ഒന്നട് കുറച്ചാൽ മതി. 50 ഒന്ന് കുറച്ചാൽ എത്രയാ? ഒരേ പൊളി 49. അപ്പൊ 49 കുട്ടികൾ ആ ക്ലാസ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് അതുപോലെ 49 ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം അതുപോലത്തെ ഒരു ചോദ്യമാണ്. മരങ്ങളുടെ ഒരു നിരയിൽ ഒരു മരം രണ്ടറ്റത്ത് നിന്നും എണ്ണിയാൽ 5-ാമതാണ്. അപ്പൊ രണ്ടറ്റത്ത് നിന്ന്, അതായത് ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് എത്രയാണ്? 5-ാമതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ 5-ാമത് വരുന്നതാണ്. അപ്പൊ ഇവിടുന്ന്, അപ്പൊ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് എത്രയാണ്? 5-ാമത്. അപ്പൊ 5-ാമത്. അപ്പൊ രണ്ട് വശത്തു നിന്നും എന്താണ്? ഇപ്പൊ ഇവിടുന്നാണെങ്കിൽ 5th, ഇവിടുന്നാണെങ്കിൽ 5th. അപ്പൊ ആകെ ടോട്ടൽ ട്രീസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ആ 5ഉം 5ഉം കൂടെ കൂട്ടുക. അപ്പൊ 5 + 5 10. എന്നിട്ടൊന്ന് കുറയ്ക്കാം. എപ്പോഴും ആകെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 1 കുറച്ചേക്കണം. അപ്പൊ 10-ന്ന് 1 കുറച്ച എത്രയാടാ? 9. ദേ നമ്മുടെ ഉത്തരം 9. കണ്ടോ? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു കൊല്ലം 57-ാമത്തെ ചോദ്യം ചോദിച്ചിട്ട് 58-ാമത്തെ ചോദ്യം തന്നെ ചോദിച്ചത്. നമുക്ക് നോക്കാല്ലേ. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ റാങ്കിങ്ങിൽ ഉഷ മുകളിൽ നിന്ന് താഴാമത് 8-ാമതും മുകളിൽ നിന്ന് താഴാമത് മുകളിൽ നിന്ന് താഴേക്ക് 8-ാമതും താഴേന്ന് മുകളിലേക്ക് 37-ാമതുമാണ്. അപ്പൊ 8 37 അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? നിങ്ങളൊന്ന് പറ. ആ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ, അപ്പൊ എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും ടോട്ടൽ കാണണമെങ്കിൽ ഞാൻ കാണൂല, നിങ്ങൾ സ്വന്തം കാണാം. അപ്പൊ അടിപൊളിയായിട്ട് ഈ ഒരു ടോപ്പിക് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. 2 ടൈപ്പാണ് ഇതിന് ചോദിക്കാറ്. ആകെ കുട്ടികളും പിന്നെ ഒരു സ്ഥാനങ്ങളും. അതായത് മുകളിൽ നിന്ന് എത്രയാണ് ടോട്ടൽ കുട്ടികൾ എത്രയുണ്ട്, അങ്ങനെയാണെങ്കിൽ താഴേന്ന് എത്ര സ്ഥാനമാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിച്ചാലോ? വേഗം നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണും വരെ കിഡ്സ് മീ VJR സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. താഴെ കമന്റ് സെക്ഷനിൽ ഇതിന്റെ ആൻസർ ഇടാൻ മറക്കരുത്. ഇതിന്റെ ആൻസറും കൂടെ തന്നെ അത്യാവശ്യം വലുതാക്കി തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് വീണ്ടും ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തരാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പൊ ഉറപ്പായിട്ടും താഴെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.